പ്രവർത്തകരുടെ ചോർച്ച ഭയക്കുന്നുണ്ടോ? അതൊന്നും ഉണ്ടാവില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഗുണം അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരാൾ പോയാൽ, നാളെ ഞാൻ എന്റെ ഭാഗത്തിലേക്ക് ഉണ്ടായാൽ ഞാനാണെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തിബന്ധങ്ങളൊക്കെ വെച്ചിട്ടൊന്നും ഒരു നിലയിനകത്ത് ഉണ്ടാവില്ല. നിശ്ചയമായിട്ടും ആ ബഹുമാനമൊന്നും നമുക്ക് പോവില്ലല്ലോ. ബഹുമാനം, അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിൽ യാതൊരു കുറവും നമുക്കില്ല. അത് അദ്ദേഹം അങ്ങനെ ഇല്ലാതാക്കാനുള്ള രീതിയൊക്കെ എന്ത് വന്നാലും നമുക്ക് ആ ബഹുമാനം എപ്പോഴും ഉണ്ട്. പക്ഷെ ചില കാര്യം ജനങ്ങളോട് കൺവിൻസ് ചെയ്യേണ്ടി വരുമ്പോൾ മാത്രമാണ് എന്നെ പോലുള്ള ആൾക്കാർ പറയുന്നത്. കാരണം ജനങ്ങളാണല്ലോ പ്രധാനം. ആ ജനങ്ങളുടെ മുമ്പിൽ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ അത് കൺവിൻസ് ചെയ്യണം എന്ന കാര്യം വരുന്ന സമയത്ത് മാത്രമേ പ്രതികരിക്കാറുള്ളൂ. ഞാൻ 5 വർഷക്കാലം MLA ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് സ്റ്റേറ്റ്മെന്റും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഞാൻ ഓരോന്നിനോട് ഞാൻ പ്രതികരിക്കാൻ പോയിട്ടില്ല. എന്റെ ഒരു ജോലി ജനങ്ങളെ ഏൽപ്പിച്ചത്, പാർട്ടി ഏൽപ്പിച്ചത് 5 വർഷക്കാലം MLA ആയിട്ട് പ്രവർത്തിക്കുക എന്ന ജോലിയാണ്. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കളങ്കം പോലും ഇല്ലാതെ, ഒരു ആക്ഷേപം പോലും കേൾപ്പിക്കാതെ 5 വർഷക്കാലം എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. 5 വർഷക്കാലം അമ്പലപ്പുഴ മണ്ഡലത്തില് UDFO BJPയോ MLA മോശമായ എന്തെങ്കിലും കാര്യം ചെയ്തു, അല്ലെങ്കിൽ മോശമായ കാര്യം അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സമരം പോലും ചെയ്യാൻ ഈ 5 വർഷക്കാലം അമ്പലപ്പുഴ കഴിഞ്ഞിട്ടില്ല. ഔദ്യോഗിക പ്രഖ്യാപനമില്ലെങ്കിലും അങ്ങ് തന്നെയാണ് അടുത്തും CPM-നെ പ്രതിനിധീകരിക്കുക എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. അങ്ങ് ഔദ്യോഗികമായി വന്നില്ലെങ്കിലും ഈ ഒരു മത്സരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഘട്ടമാണിപ്പോ. അത് എങ്ങനെയാണ് കാണുന്ന തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ഒരു സീനിയർ നേതാവ് അപ്പുറത്ത് നിൽക്കുമ്പോൾ? അത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആയിട്ട് പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി ആരാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്, അത് ഏറ്റവും ശക്തമായി അത് നേരിടാൻ കഴിയുന്ന എല്ലാ സന്നാഹവും ഞങ്ങൾ ഒരുക്കി മുന്നോട്ട് പോവുകയാണ്. ഈ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടിയിൽ നിന്ന് പ്രവർത്തകരുടെ ചോർച്ച ഭയക്കുന്നുണ്ടോ? അതൊന്നും ഉണ്ടാവില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഗുണം അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരാൾ പോയാൽ, നാളെ ഞാൻ എന്റെ ഭാഗത്തിലേക്ക് ഉണ്ടായാൽ ഞാനാണെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തിബന്ധങ്ങളൊക്കെ വെച്ചിട്ടൊന്നും ഒരു നിലയിനകത്ത് ഉണ്ടാവില്ല. പാർട്ടിയായിരിക്കും. ജനസമ്മതി എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമല്ല എന്നാണോ? ജനസമ്മതി മാത്രമല്ല ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരുടെ ഒരു സ്റ്റഫാണ് ഞാൻ പറയുന്നത്. അത് പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോയാൽ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് സ്നേഹം പ്രകടിപ്പിച്ച് ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ ചെല്ലും എന്ന് വിചാരിക്കാനേ പാടില്ല. അങ്ങനെ ഉണ്ടാവില്ല. അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പൊ തെരഞ്ഞെടുപ്പിൽ ഒരു വെല്ലുവിളി ഇല്ല LDF-നെ സംബന്ധിച്ചിടത്തോളം? തെരഞ്ഞെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പും ശക്തമായ മത്സരമായിരിക്കുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ശക്തമായി മത്സരിച്ചല്ലേ വിജയിച്ചത്. ഈ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിന്റെ ഒരു നില ഈ പഴയ അമ്പലപ്പുഴയല്ല. കൈനഗിരിയും നെടുമുടിയും തകഴിയുമുള്ള അമ്പലപ്പുഴയല്ല ഇപ്പോഴത്തെ അമ്പലപ്പുഴ. പക്ഷെ ഞങ്ങൾക്ക് ഈ തുടർച്ചയായിട്ട് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു. ജനങ്ങളുടെ വിശ്വാസം ഏറ്റതിന്റെ ഭാഗമായി ജയിക്കാൻ കഴിയുന്നതാണ്. എന്നെ സംബന്ധിച്ച് ജയിച്ചതിന് ശേഷം ജനങ്ങളെ ഏൽപ്പിച്ച വിശ്വാസത്തോട് ഒരു നീതികേടും കാണിച്ചിട്ടില്ല. ആത്മാർത്ഥമായി എല്ലാ പ്രദേശത്തേക്കും ഒരു MLA നിലയ്ക്ക് എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വികസനം പിണറായി സർക്കാരിന്റെ ഭാഗമായി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം സർക്കാരിന്റെ ഭാഗമായി സ്റ്റാർട്ട് ചെയ്യപ്പെട്ട ഏതാണ്ട് മിക്കവാറും പദ്ധതികൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ജനങ്ങൾ എന്നെ ചെയ്യാൻ ഏൽപ്പിച്ച കാര്യം. ഒരാളെ കൊണ്ടുപോലും ഒരു 10 രൂപയുടെ ഒരു ആക്ഷേപം പോലും ഞാൻ 5 വർഷക്കാലം കേൾപ്പിച്ചിട്ടില്ല. അത് പ്രധാനമാണ്. ഒരൊറ്റ ചോദ്യം, അങ്ങ് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് സുധാകരൻ പ്രചരിപ്പിക്കുന്നു, അതിനോടുള്ള മറുപടി ആ നിലയിൽ തന്നെ എന്താണ് പറയാനുള്ളത്? സുധാകരോട് ഞാൻ മറുപടി പറയാനില്ല. അദ്ദേഹത്തിന് മറുപടി പറയാനില്ല. ഇനി പാർട്ടി എന്നോട് ഏതെങ്കിലും ഘട്ടത്തിൽ പറയണമെന്ന് പറഞ്ഞാൽ പറയും. അപ്പൊ തെളിവ് പുറത്തുവിടുകയും ചെയ്യും. പാർട്ടി എന്നോട് അങ്ങനെ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ അദ്ദേഹത്തോട് പ്രതികരിക്കുള്ളൂ. പ്രതികരിച്ചാൽ വൃത്തിയായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഉണ്ട്. ഈ കുട്ടനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ സുധാകരന് സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അപ്പൊ അവിടെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ബാധിക്കുന്ന തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥികളായിട്ട് ആര് വരുമ്പോഴും ഓരോ സ്ഥാനാർത്ഥിക്ക് അതിൻ്റെതായ പ്രത്യേകത ഉണ്ടാവും. അത് ഇദ്ദേഹം മത്സരിച്ചാലും മറ്റൊരു UDF സ്ഥാനാർത്ഥി വന്നാലും ഒക്കെ ഓരോ സ്ഥാനാർത്ഥിക്ക് അതിൻ്റെതായിട്ടൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പൊളിറ്റിക്കലാണ് പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞത് കാര്യം, രാഷ്ട്രീയ വോട്ടാണ് പ്രധാനം. ആ രാഷ്ട്രീയ വോട്ട് ചോരേണ്ടതായ യാതൊരു സാഹചര്യവും നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ജില്ലയിൽ എവിടെയില്ല. രാഷ്ട്രീയ വോട്ടിന് പുറമേക്ക് ഓരോ സ്ഥാനാർത്ഥിക്കും
പേഴ്സണലായ ഒരു ഇത്തിരി വോട്ട് കിട്ടും. പിന്നെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ്. അത് ഈ കേരളത്തിൽ ഒരു വലിയ വോട്ടുണ്ട്. അത് ഒരു കാലത്തും ഇല്ലാത്ത പോലെ അതിശക്തമായ വികസന മുന്നേറ്റം ഉണ്ടാവുന്ന ഒരു കാലമാണ് ഈ കാലം. ആ വികസനത്തിന് കാര്യമായ വോട്ട് ലഭിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നിങ്ങൾ തന്നെ നോക്കിയാൽ കാണാൻ കഴിയും. കേരളത്തിൽ നിങ്ങൾ തന്നെ റീഡ് ചെയ്ത് നോക്കിക്കോളൂ. ഈ 10 വർഷം നടന്ന പോലെയുള്ള ഒരു ഡെവലപ്മെന്റ്സ്, വിശേഷിച്ച് പശ്ചാത്തല വികസന മേഖലയിൽ അത് ഉണ്ടായി നോക്കിയാൽ വളരെ മെച്ചമായൊരു സ്ഥിതിയാണ് കേരളത്തിൽ. അത് രാഷ്ട്രീയ അതീതമായി തന്നെ ഒരു പിൻബലം ആ കാര്യത്തിൽ ഉണ്ട്. അമ്പലപ്പുഴയിലും ഏതാണ്ട് 2000 കോടിക്ക് അടുത്ത് വികസനം സാധ്യമായി ഈ സർക്കാരിന്റെ ഭാഗമായി നിന്നിട്ട്. എംഎൽഎ, ഈ വഞ്ചകൻ എന്ന പരാമർശം ഉണ്ടല്ലോ, ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണോ എംഎൽഎ? ഞാനൊരു പരാമർശം നടത്തിയിട്ടില്ല. പാർട്ടി പൊതുവായി തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ പാർട്ടി അതിന്റെ ഭാഗമായിട്ട് നടക്കും. അല്ല, രാഷ്ട്രീയ വഞ്ചന നടത്തി എന്ന രൂപത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിരുന്നല്ലോ ആദ്യഘട്ടത്തിൽ നടത്തിയപ്പോ. അത് സ്വാഭാവികമായിട്ടും ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നിട്ടല്ലേ പിന്നെ ഈ പറഞ്ഞ രീതിയിലൊക്കെ വരുന്നത്. അപ്പൊ പിന്നെ അതിന് ആ വാക്കിന് പ്രത്യേകിച്ചൊരു വിശേഷണം പ്രത്യേകിച്ച് അടിവരയിട്ട് ഞാൻ പറയേണ്ട കാര്യം അത് പിൻവലിക്കുക. അത് ആ നിലപാട് തന്നെ, അതാണ് പുള്ളിയെ പ്രകോപിപ്പിച്ചത്. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. അത് ഞാൻ പറയുന്ന വെച്ചാല് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു എന്താ പറയാ ഒരു ഭാഗം അല്ലെങ്കിൽ മുഖ്യമായ പരിഗണനാ വിഷയം നേരത്തെ ഞാൻ പറഞ്ഞ വികസനമാണ്. ഇടതുപക്ഷ ഒരു കാര്യമില്ല, അതല്ല പ്രധാനം. ജി സുധാകരന്റെ ഈ സ്ഥാനത്ത് പ്രഖ്യാപനത്തിന് പിന്നിൽ UDF നേതാക്കന്മാരുടെ കൈകളുണ്ടെന്ന് നേരത്തെ വാർത്ത പുറത്തായതുകൊണ്ട് അതൊരു ഇപ്പോ UDFന്റെ തീരുമാനം വരുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് എന്താണെന്നുള്ള കാര്യം. ഞാനതിൽ അത്തരം കാര്യത്തേക്കൊന്നും ഞാൻ കടന്ന് പേഴ്സണലി ഒരിക്കലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. രാഷ്ട്രീയമായിട്ടാണ് മത്സരം. രാഷ്ട്രീയ മത്സരത്തിൽ ഇടതുപക്ഷത്തെ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. സംസ്ഥാനത്തെ പിണറായി സർക്കാരിന്റെ വികസനമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ആ വികസനത്തിന് രാഷ്ട്രീയത്തിനും കൃത്യമായ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടും.